നമസ്കാരം. ആലപ്പുഴയിലെ 3 തിരോധാന കേസുകൾ, 3ഉം മധ്യവയസ്സുള്ള സ്ത്രീകൾ. 16 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, 2012 മെയ് 13 കാണാതായ നെടുമ്പ്രക്കാട് സ്വദേശിനി ഐഷ, 2024 ഡിസംബർ 23 കാണാതായ അതിരമ്പുഴ സ്വദേശിനി ജൈനമ്മ. ഈ 3 സംഭവങ്ങളിലും ഇപ്പോൾ പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള പള്ളിപ്പുറം ചെങ്ങത്തറ സെബാസ്റ്റ്യൻ എന്ന 68-കാരനെയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കരിഞ്ഞ മൃതദേഹങ്ങളുടെ അസ്ഥികൾ കാണാതായ സ്ത്രീകളുടേതാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകളും തുടരന്വേഷണവും കഴിയുമ്പോൾ ഒരുപക്ഷെ പുറത്തുവരാൻ പോകുന്നത് നാടിനെ നടുക്കുന്ന മറ്റൊരു കൊലപാതക പരമ്പരയുടെ വിവരങ്ങളാകാം. കാലങ്ങളായി ഒരു വിവരവും പുറത്തു വരാതിരിക്കുന്ന 3 സ്ത്രീകളുടെയും ബന്ധുക്കളും സമരവഴിയിലിറങ്ങിയവരും ഇന്ന് എൻകൗണ്ടറിൽ അതിഥികളാണ്. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടർ തുടങ്ങുന്നു. നമ്മുടെ ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, ഐഷയുടെ മകൻ മജീദ്, ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിലിലെ ശ്രീ രൂപേഷ് KR, ഒപ്പം തന്നെ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് PN എന്നിവരാണ്. രൂപേഷ്, ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് കുറച്ചായല്ലോ. ഈ ഒരുപാട് രൂപയുടെ ആസ്തിയുള്ള ആളാണ് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 16 കൊല്ലം മുൻപാണ് ബിന്ദുവിനെ കാണാതായത്. പക്ഷേ ബിന്ദുവിൻ്റെ ഈ കാര്യത്തിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യൻ ബിന്ദുവിന് കുറേ സഹായം ചെയ്തു കൊടുത്തിരുന്നു. അവിടെ ചില കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ബിന്ദുവിന് സ്ഥലം കിട്ടാൻ വേണ്ടി സഹായിച്ചു. പിന്നീട് സഹോദരനിൽ നിന്ന് ഈ സ്ഥലമൊക്കെ ബിന്ദുവിന് വാങ്ങിക്കൊടുത്തെങ്കിലും അതിനുശേഷം ഈ സ്ഥലം പിന്നീട് മറച്ചു വിറ്റതായി സഹോദരൻ മനസ്സിലാക്കുന്നു. ബിന്ദുവിൻ്റെ തിരോധാനം ഉണ്ടാകുന്നു. അതിനുശേഷമാണല്ലോ അല്ല അന്വേഷണമൊക്കെ നടക്കുന്നത്. ഈ സെബാസ്റ്റ്യനാണ് ബിന്ദുവിൻ്റെ തിരോധാനത്തിന് പിന്നിൽ എന്ന് ആക്ഷൻ കൗൺസിൽ സംശയിക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇക്കാലം കൊണ്ട്? നമസ്കാരം. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ബിന്ദുവായിട്ട് എന്ന് മാത്രമല്ല, ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരുടെ സ്വത്തുവകൾ തട്ടിയെടുക്കുന്ന ഒരു ശൈലിയാണ് സെബാസ്റ്റ്യൻ നമ്മൾ ഏറ്റവും അവസാനം മിസ്സിംഗ് ആയിട്ടുള്ള ആളിൽ വരെ കണ്ടിരിക്കുന്നത്. ഈ ബിന്ദുവിൻ്റെ കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ, അത് എറണാകുളത്ത് ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും അടക്കമുള്ള ഏക്കർ കണക്കിന് ഭൂമികൾ, അത് വ്യാജ രേഖകൾ ചമച്ചുകൊണ്ടാണ് ഈ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയത്. ഇതിൽ 100% നമുക്ക് പറയാം ബിന്ദു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ സെബാസ്റ്റ്യന് കൃത്യമായ ഇതിൽ ഇടപെടലുണ്ട്. അതിന് നിരവധി സാക്ഷിമൊഴികളും പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ടം മുതലുള്ള ഒരു അലംഭാവമാണ് സംഘത്തിന്റെ പരിശോധനകളുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണും അവർ രണ്ടുപേരാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ബിന്ദുവിന്റെ അച്ഛന്റെ സ്വത്ത് ബിന്ദുവിന് കിട്ടുന്ന തരത്തിൽ ഈ കൃത്രിമം നടത്തിയ രേഖകളിൽ കൃത്രിമം നടത്തി ബിന്ദുവിനെ സഹായിച്ചയാളാണോ ഈ സെബാസ്റ്റ്യൻ? പിന്നീട് ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്റ്റ്യൻ തട്ടിയെടുക്കുകയും അതിന് തൊട്ടു പിന്നാലെ ബിന്ദു അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇങ്ങനെയാണോ ആക്ഷൻ കൗൺസിൽ മനസ്സിലാക്കിയത്? അതെ 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 ബിന്ദുവുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. ബിന്ദുവിനെ സഹായിക്കാനെന്ന വ്യാജേന ബിന്ദുവുമായി അടുപ്പമുണ്ടാക്കി. തുടർന്ന് ബിന്ദുവിൻ്റെ ഈ സ്വത്തുവകകൾ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അത് തട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ ചെയ്ത ശേഷം പിന്നീട് അവരെ വകവരുത്തുക എന്ന ശൈലിയാണ് ചെയ്തു പോന്നിട്ടുള്ളത്. അല്ല, പക്ഷെ അതിന് തെളിവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ രൂപേഷ്. അതായത് സെബാസ്റ്റ്യൻ ഇങ്ങനെ ആരെങ്കിലും കൊല ചെയ്തു എന്ന് ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ കണ്ടെത്തുകയോ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടോ?
അല്ല, അതിൽ നിരവധി സംഭവങ്ങളുണ്ട്. ഈ ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ദുരൂഹതകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ്റെ മുഖ്യ സഹായിയായിട്ട് നിന്ന ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്, മനോജ്. അദ്ദേഹം ഈ അന്വേഷണ ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയുണ്ടായി. അത്തരത്തിൽ ഈ മനോജിൻ്റെ തന്നെ ഈ സെബാസ്റ്റ്യനുമായി അടുപ്പമുള്ള ഒരു ദാസൻ എന്ന് പറയുന്ന ആൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ബിന്ദുവിന്റെ തിരോധാനത്തിൽ ഞാൻ ചോദിക്കുന്നത് രൂപേഷ്, ബിന്ദുവിന്റെ തിരോധാനത്തിൽ ഈ 68 വയസ്സുകാരനായ സെബാസ്റ്റ്യൻ ഇതിൽ ഭാഗമായിരുന്നു, ഇതിൽ അയാൾക്ക് പങ്കുണ്ട് എന്ന് ആക്ഷൻ കൗൺസിൽ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു വ്യക്തമായൊരു ഉത്തരം തരൂ. അതിന് തീർച്ചയായിട്ടും പറയാം. ഈ ബിന്ദുവിൻ്റെ സ്വത്തുവകൾ വ്യാജരേഖകൾ ചമച്ച് ഇദ്ദേഹം കൈമാറ്റം ചെയ്യുന്ന തെളിവുകളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ വകുപ്പിലെയും ഈ ബിന്ദു എന്ന വ്യാജേന മറ്റൊരു സ്ത്രീയെ രജിസ്ട്രേഷൻ വകുപ്പിൽ ഇതിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയതിനൊക്കെ തെളിവുണ്ട്. നിരവധിയായ ആളുകൾ ഇതിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് നേരത്തെയും ബിന്ദുവിന് അനുകൂലമായി ഈ സ്ഥലം കിട്ടാൻ വേണ്ടിയും സെബാസ്റ്റ്യൻ വ്യാജരേഖ ഉണ്ടാക്കിയതിന്റെ പേരിൽ അയാൾ അറസ്റ്റിലായതൊക്കെയാണല്ലോ. പക്ഷേ ബിന്ദുവിന്റെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്ന് പറയാനുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ബിന്ദു ഇപ്പോൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഈ അസ്ഥിയാണ് ഇപ്പോൾ, അതിനെക്കുറിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ബിന്ദുവിന്റെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? പിന്നെ അന്വേഷണത്തിലെ ചില പാകപ്പിഴകളെ കുറിച്ച് താങ്കൾ നേരത്തെ പറയാൻ വന്നു, അതും പറയൂ. ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട മനോജിൻ്റെ ഓട്ടോയിലാണ് ഈ ബിന്ദുവും സെബാസ്റ്റ്യനും അടക്കം സഞ്ചരിച്ചിരുന്നത്. അതിന് നിരവധിയായ അതിൽ സാക്ഷിമൊഴികളും പുതിയ വെളിപ്പെടുത്തലിലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. സെബാസ്റ്റ്യനുമായിട്ടാണ് ബിന്ദു ഇടപഴകിയിരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിച്ചു പറയാം, സെബാസ്റ്റ്യൻ അറിയാതെ, അല്ലെ സെബാസ്റ്റ്യൻ്റെ കൂട്ടാളികൾ അറിയാതെ ബിന്ദുവിനൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിലെ കാര്യങ്ങൾ, അന്വേഷണത്തിലേക്ക് വന്ന ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, അത് DYSPയും SP-യും അടക്കമുള്ള ആളുകൾ, അവർ ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടി പലവിധ സഹായങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് കൈപ്പറ്റി അവർ ഇത് അന്വേഷണം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി. ഞാൻ വരാം. ജോർജ് ജോസഫ് സാർ, ഈ ബിന്ദുവിന്റെ തിരോധാനവും ഐഷയുടെ തിരോധാനവും ജൈനമ്മയുടെ തിരോധാനവും ഒക്കെ ഈ സെബാസ്റ്റ്യന്റെ, അതെല്ലാം സെബാസ്റ്റ്യന് സംശയിക്കാവുന്ന തരത്തിലേക്കാണോ ഈ ഇതുവരെ വരുന്ന വിവരങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം കൊല്ലപ്പെട്ടു, അതിനെല്ലാം പിന്നിൽ സെബാസ്റ്റ്യനാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം 2002-ലും ഈ 3 പേര്, 2017-ലാണ് ബിന്ദു മിസ്സായെന്ന് പറഞ്ഞ് ബിന്ദു പത്മനാഭ മിസ്സായെന്നൊരു FIR എടുക്കുന്നത് തന്നെ. അവർ 2002 മുതൽ മിസ്സിങ് ആണ്. നമുക്ക് ഇയാളെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴൊക്കെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഹൈക്കോടതിയിൽ പോയി താൻ അതിന് അശക്തനാണ്, തനിക്ക് അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയൊക്കെ അത് വിധേയമാക്കിയാൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. കാരണം ഇപ്പം പണം ധാരാളമുണ്ട്. ആ പണം വെച്ചിട്ട് ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുക ഇത്രയും വർഷം. അയാളുടെ ഈ ജീവിത രീതി തന്നെ നേരത്തെ ഒന്നുമില്ലാത്തവനായിരുന്നു. അതിനുശേഷം ഇപ്പം ആ വീടിൻ്റെ അകം മുഴുവൻ മാർബിൾ ഇട്ടിട്ടുണ്ട്. ഇയാളൊരു ബെഡ്റൂമിനകത്ത് പുതിയ മാർബിൾ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പണം ശരിക്കും വരുന്നുണ്ട്. ഇയാൾക്കൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയത്ത് 3 പേരുടെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് പോലീസ്, അത് ആലപ്പുഴ പോലീസും അതുപോലെ കോട്ടയം പോലീസും അവിടുത്തെ ക്രൈംബ്രാഞ്ചും ജില്ലാ ക്രൈംബ്രാഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു, DYSPമാരൊക്കെ പണം കൊടുത്താൽ വാങ്ങുന്നവരാണ് മിക്കവാറും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചു പോയത്. പക്ഷേ ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു DYSP ആരോ അയാളുടെ വീടും പരിശോധിച്ചു. നേരത്തെ പരിശോധിക്കാൻ വന്നവരൊക്കെ സമയത്ത് അവിടെ കൊണ്ട് മലവും അത് മോശമായ വസ്തുക്കളും കൊണ്ടുപോയിട്ട് വീടിൻ്റെ പല സ്ഥലത്തും ആ പറമ്പിൻ്റെ പല ഭാഗത്തും കൊണ്ടുപോയിട്ട് അതൊക്കെ മണമടിച്ചപ്പോൾ അവരെല്ലാം പോയി. കാരണം അത് അയാളുടെ ഒരു ബുദ്ധിപരമായ നീക്കം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോഴ് അയാളുടെ വീടിൻ്റെ എവിടെയോ ഒരു ബ്ലഡ് സ്റ്റെയിൻ പോലൊരു സാധനം കണ്ടു. അത് പോലീസ് പരിശോധിച്ചപ്പം അത് രക്തമാണ്, മനുഷ്യരക്തമാണെന്ന് തെളിഞ്ഞു. അപ്പോൾ അത് ആ രക്തം ഇയാളുടെ ആണോ മറ്റ് ഇയാളെ അല്ലാത്തതാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അതോടുകൂടി അന്വേഷണം സ്വല്പം മാറി. അപ്പം വീടിൻ്റെ ചുറ്റുവട്ടം പരിശോധിച്ചപ്പോഴാണ് 15ഓളം അസ്ഥി കഷ്ണങ്ങൾ കിട്ടുന്നത്. ആ അസ്ഥി കഷ്ണങ്ങൾ അത് വെട്ടിമുറിച്ച രീതിയിലായിരിക്കണം. എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞുള്ളൂ. അതിൽ 15ഓളം അസ്ഥി കഷ്ണം കിട്ടി. അസ്ഥി കഷ്ണത്തിനകത്ത് ഒരു പല്ല്, ഒരു ക്ലാമ്പിട്ട അല്ലെങ്കിൽ കമ്പിയിട്ട ഒരു പല്ല് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് അതിനകത്ത് ബിന്ദുവിൻ്റെയോ കോട്ടയത്തുള്ള ജൈനമ്മയുടെയോ അല്ലാതെ ഐഷയുടെയാണ്. ഐഷയ്ക്ക് ഒരു പല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൃത്രിമ പല്ലുകളാണ് തോന്നുന്നു അല്ലേ ജോർജ് ജോസഫ്? അപ്പോൾ അതിൻ്റെ അർത്ഥം കൃത്രിമ പല്ലുകളാണ് തോന്നുന്നു കിട്ടിയത്. അതെന്താണെന്ന് ഒരു പല്ല് കിട്ടിയിട്ടുണ്ട്. അത് ആദ്യത്തെ ഒരു കമ്പി ഇട്ടോ ഏതോട്ട് കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 1-2 ആയിരിക്കാം, കൃത്രിമ പല്ലായിരിക്കാം ചിലപ്പോൾ. അത് ഈ മറ്റ് 2 പേരുടെ അല്ല, ഐഷയുടെ ആണെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്. അപ്പം 3 ആയി. അപ്പോൾ ഇയാളുടെ തന്ത്രങ്ങൾ ഇതുപോലെ പല ആൾക്കാരെയും വളച്ച്, കാരണം ബിന്ദുവിൻ്റെ തന്നെ അവിടെ മുതൽ തുടങ്ങുകയാണ്. അവിടെ മുതൽ തുടങ്ങി അവരുടെ എറണാകുളത്തുള്ള 2-3 സ്ഥലം വ്യാജമായ അവിടെ ഒരു പ്രമാണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സൗകര്യമായിട്ടൊരു ഓട്ടോക്കാരനെയും കിട്ടി, ഈ സ്ത്രീയുമായിട്ട് നടക്കും. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ വളച്ചാണ് ഇയാൾ ഇത്രയും നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാനം അവരുടെ സ്വത്തുക്കളൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരെ കൊല്ലും. കൊന്നിട്ട് ഇയാളുടെ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് പോലീസിന് കാശും കൊടുത്തോ, അല്ലെന്നുണ്ടെങ്കിൽ ഇയാളെ തൊടാൻ ഒക്കില്ല. അത് വലിയ സൗകര്യമായി കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ കൊല്ലും. ഇപ്പം തന്നെ 3 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. കാരണം ആ 3 ആൾക്കാരെ DNA എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ബന്ധുക്കൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അസ്ഥിയുണ്ട്. ഏതായാലും രൂപേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്രയോ നാളുകൊണ്ട് ഇതിൻ്റെ പൊന്നെ നടക്കും. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. അവർ പിന്മാറാതെ ധാരാളം എവിഡൻസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ വളരെ കൃത്യമായ എവിഡൻസാണ്. കാരണം ഓട്ടോക്കാരനെ സൂയിസൈഡ് ചെയ്തു, ഓട്ടോക്കാരൻ്റെ സഹായിയായിട്ടും നിന്ന വേറൊരുത്തൻ സൂയിസൈഡ് ചെയ്തു. എന്താണ് കാരണം പോലീസ് നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർ സമാധാനം പറഞ്ഞില്ല, അല്ലെ പ്രതിയാവും. ഇപ്പോൾ ഇയാൾക്ക് 62-68 വയസ്സും കണ്ടുണ്ട്. ഇയാൾ എത്ര എണ്ണത്തിനെ കൊന്നു നമുക്കറിയില്ല. ഇപ്പം തന്നെ 3 എണ്ണത്തിനെ കൊന്നതിൻ്റെ സെഡിമെൻറ്റ്സ് അവിടെ തന്നെയുണ്ട്. കാരണം അത് ബോഡി കണ്ടീഷന് അത് ആ മണ്ണ് പരിശോധിച്ചാൽ അറിയാം. ഇപ്പം പോലീസ് അവിടെ ഒരു ജിയോളജിക്കൽ സർവേക്കാരൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവരൂടെ വന്ന് പരിശോധിക്കണം. കാരണം അവിടെ ഏതൊക്കെ നമുക്കറിയാം, എലന്തൂർ കേസിനകത്ത് നമ്മൾ പല സ്ഥലങ്ങളും പോലീസും അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഫോറൻസിക്കാരെല്ലാം വെട്ടിക്കളച്ചൊക്കെ നോക്കി. നമുക്ക് 2 ഡെഡ് ബോഡി കിട്ടി. എങ്കിലും ഡെഡ് ബോഡിയുടെ ചില ഭാഗങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചു എന്ന് പറയുന്നു. ലിവറൊക്കെ എടുത്തിട്ട് തിന്നാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവന് ആ രീതിയിലുള്ള ഒരുത്തനാണോ അതും നമ്മൾ നോക്കണം. കാരണം ഇവന് സ്വത്ത് കുഴിഞ്ഞു കിടുന്നത് ഇവന് ഇതുപോലെയുള്ള മന്ത്രവാദവും അതുപോലെയുള്ള നരബലിയൊക്കെ നടത്തിയാൽ അവരെ നരബലി എടുത്ത് ഇവനെ പിടിക്കപ്പെടില്ല എന്നൊരു വിശ്വാസം കാണും. ഇവന് വിദ്യാഭ്യാസം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 68 വയസ്സുണ്ട്. ഇവനെ വിടാൻ ഒക്കില്ല നമുക്ക്. കാരണം 3 പേരെ കൊന്നവനാണ്. എത്ര പേരെ കൊന്ന് താത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇവൻ എവിടെയൊക്കെ സ്വത്തുണ്ടെന്ന് നോക്കണം, അവിടെയൊക്കെ താത്തുവനെ. കാരണം ഇതൊരു മിനി ധർമ്മസ്ഥലയാണ്. ഞാൻ നേരത്തെ അങ്ങനെയാണ് പറഞ്ഞത്, മിനി ധർമ്മസ്ഥലയാണിത്. ആ ആലപ്പുഴയിലെ ഇവൻ്റെ വീടും പരിസരവും ഇനി വേറെ എവിടെയെങ്കിലും ഇവർ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ അതും പോലീസ് നോക്കണം. ഇത് എല്ലാം കൂടി ക്രൈംബ്രാഞ്ച് ആരെങ്കിലും ഒരു SP DYSP കൂടെ അന്വേഷിക്കണം. കാരണം ഇതുപോലുള്ള പല സ്ഥലത്തിലും ഇതുപോലുള്ള മഹാമാരി കിടപ്പുണ്ടെന്ന് കേരളത്തിൽ പല സ്ഥലത്ത് കിടപ്പുണ്ട്. ആൾക്കാർ ഡിസപ്പിയർ ചെയ്ത് പോയിട്ടുണ്ട്. പാവം പിടിച്ച സ്ത്രീകൾ ധാരാളം പേര് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഐഷ ഒരു പെൻഷനറാണ്. അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ കിട്ടുന്ന പൈസ 2-3 വർഷമായിട്ട് ഇപ്പം ഇവർ ഡ്രോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ ആ പെൻഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഷയെ കൊണ്ട് നടന്ന് അവരുടെ പണം മുഴുവൻ കൈക്കലാക്കാനായിട്ടും ഇങ്ങനെ ഓരോരോ സ്ത്രീകളെ ഇവനെ അടുക്കുന്നത് പണമുള്ളവരെ നോക്കി തന്നെയാണ്. പക്ഷേ വേറൊരു ഐഷയുടെ വീടിനടുത്തുള്ള ഒരു റോസമ്മയെ കല്യാണം കഴിക്കാനായിട്ട് ഇവനൊരു ശ്രമം നടത്തി. പാവം റോസമ്മ ഏതായാലും രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ റോസമ്മയെ കൊന്നു കളഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയം ഇല്ലാതിരിക്കുന്നിടത്ത് ഇവൻ പോയി സഹായിക്കാനായിട്ട് ചെല്ലുകയാണ്. ശരി. ചെന്നിട്ട് അവരെ വളച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയ ശേഷം അവരെ കൊന്നുകളയുന്ന ഒരു പ്രവണത, അതാണ് ഇവന്റെ കാര്യം. ശരി, ഏതായാലും ജോർജ് ജോസഫ് സാർ, നമുക്ക് 2ാം ഘട്ടത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയങ്ങൾ പരിശോധിക്കാം. ഷെർലി മാം, ഇനിയിപ്പോൾ ഈ കേസിൽ 3 തിരോധാന കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. 3 സ്ത്രീകളെ കാണാതായിട്ടുണ്ട്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ പള്ളിപ്പുറത്തെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കരിഞ്ഞ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇനി ഒരു കൃത്രിമ പല്ല് കിട്ടിയിട്ടുണ്ട്. ഈ കാണാതായവരിൽ ഐഷയാണ് കൃത്രിമ പല്ല് ഉപയോഗിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഇത് കൊലപാതകങ്ങളായിരുന്നോ?
ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് സെബാസ്റ്റ്യനാണോ? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? ഈ കാര്യങ്ങളൊക്കെ ആണല്ലോ മാഡം തെളിയാനുള്ളത്. ഇതുവരെ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ DNA പരിശോധനയ്ക്ക് വേണ്ടി ഈ കാണാതായ ജൈനമ്മയുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളൊക്കെ DNA പരിശോധനയ്ക്ക് അയക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഇനി ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഷെർലി മാം പരിശോധിക്കപ്പെടേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ കേസിൻ്റെ ചുരുളഴിക്കാൻ കഴിയുക? ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഹൈപ്പോത്തസിസ്, ഈ മിസ്സിംഗ് സ്ത്രീകൾ കൂടുതലായിട്ട് അതിൻ്റെ അനുബന്ധമായിട്ട് 2 പേര് സൂയിസൈഡ് ചെയ്തു എന്ന് ഇപ്പോൾ ജോർജ് ജോസഫ് സാറ് പറയണത് കേട്ടു. അപ്പോൾ ഇത് സൂയിസൈഡ് തന്നെയാണോ എന്നുള്ളത്, അവർ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നതും സംശയാസ്പദമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മരണങ്ങളെല്ലാം ഈ ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് സ്ട്രോങ് ആയിട്ട് വെച്ചുകൊണ്ട് മാത്രമേ അന്വേഷണം തുടങ്ങുള്ളൂ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പോലീസിൻ്റെ രീതി അനുസരിച്ച് ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ പറയുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, പൂർവ്വ ബന്ധങ്ങൾ, അതിനുശേഷം മിസ്സിങ് ആയതിനു ശേഷം ഇദ്ദേഹത്തിന് വന്ന സ്വത്ത് വിവരങ്ങളിലൊക്കെ ഉള്ള വ്യത്യാസം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അവർ പോവുക. പിന്നെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കിട്ടിയ ബോൺ സെറ്റ് കംപ്ലീറ്റ് ആണോ, മ്യൂട്ടിലേറ്റഡ് ആണോ, അതിന് പിന്നീട് എന്തെങ്കിലും അയാളുടെ വിവരം, അയാളുടെ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ അല്ല ഞാൻ പറയുന്നത്, ഒരു ക്രൈം റിലേറ്റഡ് അയാൾ എത്ര കണ്ട് പരിശീലനം നേടിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിമിനൽസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിരിക്കും അയാൾ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ എടുത്തിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അതിനകത്ത് മ്യൂട്ടിലേഷൻ ഉണ്ടാവാം, ക്രൂഡ് മ്യൂട്ടിലേഷൻ ആവാം, വിദഗ്ധമായിട്ട് മുറിച്ചിട്ടുണ്ടാവാം, സമയം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടാവാം, പല തരത്തിൽ ആസിഡുകൾ ഒഴിക്കുക, കുമ്മായം ഇടുക, അല്ലെങ്കിൽ തീ വയ്ക്കുക, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അയാൾക്ക് സമയം ധാരാളം കിട്ടിയിരിക്കണു ഈ കേസിൽ. പെട്ടെന്ന് മിസ്സായിട്ട് 2 ദിവസത്തിനകം 3 ദിവസത്തിനകം അന്വേഷിക്കണ ഒരു കേസല്ല ഇത്. ഒരുപാട് സമയം എടുത്തിരിക്കണു. അപ്പോൾ ബെറിയൽ മാത്രമല്ല, റീലൊക്കേറ്റ് ചെയ്ത് സെക്കൻഡറി ബെറിയൽ ഡിസ്പോസലൊക്കെ നടത്താറുണ്ട് ഇത്തരം ക്രിമിനൽസ്. ഇദ്ദേഹത്തിന് മൃതദേഹമായിട്ട് എന്താ പറയുക, ഒരു അറപ്പൊന്നും ഉള്ള ഒരു വ്യക്തിയായിട്ട് തോന്നണില്ല. എലന്തൂർ ക്രിമിനൽ എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിനെ പറ്റിയിട്ടും അയാളുടെ സൈക്കോളജിക്കൽ സ്റ്റഡി, ഒരു പ്രൊഫൈൽ പോലീസ് നടത്തുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അയാൾ കൊടുക്കുന്ന വിവരങ്ങളിൽ കൂടിയായിരിക്കും ഇത് മുന്നോട്ട് പോകുക. അതർവൈസ് എപ്പോഴും ഇംപെർഫെക്ഷൻ ഉണ്ടാവും. കാരണം അയാൾ കൺഫെസ് ചെയ്യണ ഒരു പ്രതി ആവണം എന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ വ്യക്തിഗതമായിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് അയാൾ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്, ഏകദേശം എന്നാണ് ഇത് നടത്തിയിട്ടുള്ളത്, അത്തരം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതുകൂടി ചേർത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇൻ്ററോഗേഷൻ, സയൻറ്റിഫിക് ഇൻ്ററോഗേഷന് കൂടി ഇദ്ദേഹത്തിനടുത്ത് നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ കിട്ടി തന്നെ ഈ കേസ് തെളിയുള്ളൂ. കാരണം ഷെർലി മാം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതി അല്ലെങ്കിൽ ഈ കൊലപാതകെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ ഒന്നും കൺഫസ് ചെയ്യുന്ന സ്വഭാവക്കാരനല്ല. കാരണം ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനം സംബന്ധിച്ച കാര്യങ്ങളിൽ തന്നെ സഹോദരനോടും പോലീസിനോടും ഒക്കെ ഇയാൾ പറഞ്ഞതൊക്കെ മാറ്റി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഇയാളെ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നത്. ഷെർലി മാം, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ അയാളെ ചോദ്യം ചെയ്യണം, പോലീസിൻ്റെ അന്വേഷണം ആ വഴിക്ക് പോകണം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തേക്ക് വരാനുള്ളത് ശാസ്ത്രീയ തെളിവുകളല്ലേ? ശാസ്ത്രീയ തെളിവുകൾ ആകില്ലേ ഈ കേസ് തെളിയിക്കാൻ ശക്തി പകരുന്ന ഒരു ഘടകം? അപ്പോൾ ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, പിന്നെ വെപ്പുപല്ല് അല്ലെങ്കിൽ കൃത്രിമ പല്ലെന്ന് പറയുന്ന പല്ല്, ഇത് രണ്ടുമാണ് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ഫോറൻസിക് പരിശോധന എന്ന അർത്ഥത്തിൽ ഈ കേസിലേക്ക്, ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കുന്നത് എങ്ങനെയാണ് മാം? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും പോലീസിൻ്റെ സഹായത്തിനെത്തുക? തീർച്ചയായിട്ടും ഫോറൻസിക് ഡെന്റിസ്ട്രി അല്ലെ ഒഡൻറ്റോളജി എന്ന് പറയുന്ന ശാസ്ത്ര ശാഖ ഇപ്പോൾ വളരെ വളർന്ന് വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെൻ്റൽ എവിഡൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കണ്ടെത്താനായിട്ട് ഉപകരിക്കും. അതുപോലെ DNA പരിശോധന, അവരുടെ ബന്ധുക്കളുമായിട്ടുള്ള കമ്പാരിസണിൽ ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ പറ്റും. മറ്റേണൽ
ലീനിയേജ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് MT-DNA. അപ്പോൾ ഇതൊക്കെ ബോൺസിൽ പ്രിസർവ്ഡ് ആയിരിക്കും. ഇത് അവസാനം ഉണ്ടായിട്ടുള്ള മരണത്തിൽ സംശയലേശമന്യേ DNA റിക്കവറി എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും, ആളെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ കേട്ടത് ഒരു 2002 മുതലുള്ള ബോഡി. അപ്പോൾ ആ ബോഡി എത്ര കണ്ട് പ്രിസർവ്ഡ് ആണ്, ബോഡി വല്ലാതെ തീ വെച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അതായത് ഇൻസിനറേഷൻ, നമ്മൾ ക്രിമേഷനൊക്കെ നടത്തുന്ന പോലെ ഇൻസിനറേഷനൊക്കെ ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾക്ക് ഒരുപാട് കാലം കിട്ടിയിരിക്കണു. കാരണം ഈ കുഴിച്ചെടുത്ത ബോൺസ് തിരിച്ച് നശിപ്പിച്ച് കളയാൻ നമുക്ക് സാമാന്യ ഒരു വിചാരമാണ്, ബറി ചെയ്തു പിന്നെ അയാൾ അവിടേക്ക് പോയിട്ടില്ല, അത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ട്. മണ്ണിൻ്റെ അടിയിലുണ്ടെങ്കിൽ നല്ലത് തന്നെ. ഒരു ഗ്രൗണ്ട് പിയേഴ്സിങ് റഡാർ സിസ്റ്റം ഒക്കെ ഉണ്ട്, നമുക്ക് ബോൺസ് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ബോൺസ് ഇത്തരം ക്രിമിനൽസ് കുറേ കാലത്തിന് ശേഷം അയാളത് വീണ്ടും എടുത്തതിന് ശേഷം അത് ദഹിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളുടെ ഇൻ്ററോഗേഷൻ കാര്യക്ഷമമായിട്ട് നടക്കണം. അയാൾക്ക് ഒരു ബ്രേക്കിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊന്നും അയാൾ ബ്രേക്ക് ഡൗൺ ചെയ്യണ ഒരാളല്ല. കോടതികളിൽ അതിനുള്ള സാവകാശവും സമയവും പോലീസിൻ്റെ എക്സ്പെർട്സിന് കൊടുക്കണം. അയാളെ ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ, ഇയാൾ എന്ത് തരം ക്രിമിനലാണ്, കട്ടത്തൈമി കാളെ ചാടി വീണ് കൊല്ലുന്ന സെക്സ് ക്രൈമൊന്നും അല്ല നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഡിറ്റർമൈൻഡ് മർഡർ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ആയുധപ്രയോഗമല്ല, മരിച്ചതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ എടുത്തുകൊണ്ട് പോയി ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പ്രായമുള്ള ഒരാൾക്ക് എളുപ്പമല്ല. അപ്പോൾ ഒരുപക്ഷെ അതിനുവേണ്ടി മ്യൂട്ടിലേറ്റ് ചെയ്ത ബ്ലഡ് ആയിരിക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിഷം ഉപയോഗിച്ച് കൊലപ്പെടുത്താനാണ് കൂടുതൽ പേരെ കൊന്നിട്ടുള്ള ഒരാൾ ജോലി കേസിലൊക്കെ ചെയ്ത പോലെ നമുക്ക് കിട്ടാൻ പറ്റാത്ത വിഷങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ കേസിൻ്റെ സക്സസ് കിട്ടുന്ന ഒരു കേസിൽ ആങ്കർ ചെയ്തുകൊണ്ട് നടത്താനാണ് സാധ്യത. ശരി. ഡോക്ടർ സന്ദീപ് PN ക്രിമിനോളജിസ്റ്റ് ഉണ്ട് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഡോക്ടർ സന്ദീപ്, ആദ്യത്തെ കൊലപാതകം ബിന്ദു പത്മനാണെന്ന് ഇരിക്കട്ടെ, അതായത് സെബാസ്റ്റ്യനാണ് ഈ കൊല നടത്തിയതെന്നിരിക്കട്ടെ, ഈ സെബാസ്റ്റ്യൻ നടത്തിയ ആദ്യത്തെ കൊല ബിന്ദു പത്മനാഭനാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അന്ന് സെബാസ്റ്റ്യൻ്റെ പ്രായം 52 വയസ്സാണ്. 16 വർഷങ്ങൾക്ക് മുൻപാണ് ബിന്ദുവിൻ്റെ തിരോധാനം സംഭവിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ നടന്ന തിരോധാനം, ഇപ്പോൾ ഐഷയുടെ തിരോധാനം, അത് നടന്നിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അതായത് 65 വയസ്സിന് ശേഷമായിരിക്കണം ഇയാളാണ് കൊലപ്പെടുത്തിയതെങ്കിൽ സെബാസ്റ്റ്യൻ അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 16 വർഷം മുൻപുള്ള ഒരു കൊലപാതകം, അതിനുശേഷം മറ്റൊരു തിരോധാന കേസ്, അതിലും മരണം സംഭവിച്ചിരിക്കാമെന്ന നമ്മുടെ അനുമാനം. മൂന്നാമത്തെ തിരോധാനം, അതിലും സെബാസ്റ്റ്യൻ്റെ പങ്ക്. കാരണം ഈ 3 സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായുള്ള ബന്ധം തെളിയിക്കുന്ന വിവരങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ട്. ഏത് തരത്തിലുള്ള ഒരു ക്രിമിനൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ? ഏത് തരത്തിലായിരിക്കും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഏത് മാനസികാവസ്ഥയിലായിരിക്കും ഇത് കൊലപാതകമാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അയാൾ ഈ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? 16 വർഷം പഴക്കമുള്ളത് തൊട്ട് തിരോധാന കേസുകളിലെ വിവരങ്ങൾ കണ്ടെത്തുക പോലീസിന് എളുപ്പമായിരിക്കുമോ? ഡോക്ടർ സന്ദീപ്, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് പരിശോധിക്കേണ്ടി വരിക? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടല്ലോ ഡോക്ടർ സന്ദീപ്, താങ്കളുടെ ഓഡിയോ കേൾക്കാൻ കഴിയുന്നില്ല. ജോർജ് ജോസഫ് സാർ, ഈ ഇതിനകത്ത് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആള്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ 3 കൊലപാതകം കേൾക്കാം ഡോക്ടർ സന്ദീപ്. ഒരു മിനിറ്റ് ജോർജ് ജോസഫ് സാർ, ഞാൻ വരാം. ഡോക്ടർ സന്ദീപ് പറയൂ, കേൾക്കാം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആന്റി സോഷ്യൽ ബിഹേവിയർ പ്രൊസസ് ചെയ്യുന്ന ഒരു ആളാണ്. അത് ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പാറ്റേൺ എന്നല്ല നമുക്ക് കണക്കിലാക്കേണ്ടത്. ഈ വൈറ്റ് കോളർ ക്രൈം ചെയ്യുന്നവരും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഒരു ടൈപ്പ് പ്രൊസസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ഫിസിക്കൽ ക്രൈംസും റേപ്പും ഒക്കെ ചെയ്യുന്നവരും, പക്ഷെ ഉദ്ദേശം വേറെ ആയിരിക്കാമെങ്കിലും റേപ്പൊക്കെയും ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി പ്രൊസസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയെ വിവിധ തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അതിലൊരു പ്രത്യേക തരം, അതായത് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ
ഇദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാൻഡി ഇപ്പോ ഈ 3 എണ്ണത്തിലും അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് ഇനി വരും കാലങ്ങളിലാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ മോഡസ് ഓപ്പറാൻഡി ഏകദേശം ഒന്ന് തന്നെയായിരിക്കും ഈ 3 എണ്ണത്തിലും നമുക്ക് കാണാനാകുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഇത്തരത്തിലുള്ള ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുമായി നിലനിൽക്കുന്ന വ്യക്തിത്വങ്ങളെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിൽ അത് തിരിച്ചറിയാൻ കഴിയില്ല. 6, 7, 8 വർഷം ഒക്കെ എടുത്താലും സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പിന്നെ അവരുടെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് തന്റെ കൂടെ നിൽക്കുന്നവരുടെ വിശ്വാസ്യത ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. നമ്മുടെ കൂടെ അവരുണ്ടാകും. അത് അവരുടെ ലക്ഷ്യത്തിന് മാത്രമായിട്ടാണ് എന്നുള്ളത് നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അത് അവർ നമ്മളുടെ കൂടെ തന്നെ നിന്ന് എല്ലാം നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയുടെ ഭൂമി തട്ടിയെടുക്കുന്നതിനും അതിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിനും ഇതിനൊക്കെ ഇദ്ദേഹം കൂട്ടുനിന്നിട്ടുണ്ടാകും എന്നുള്ളത് പറഞ്ഞു. കൂട്ടുനിന്നിട്ടുണ്ടാകും എന്നല്ല, ഇതിനൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുത്തതും ഒരുപക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ഫിനാൻഷ്യൽ ഗെയിൻ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിനും ഇത്തരത്തിലുള്ള ക്രിമിനൽസ് തയ്യാറാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവരുടെ ലക്ഷ്യം, ഇത്തരത്തിലുള്ള ക്രിമിനൽസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പണം, ഇങ്ങനെ കിട്ടുന്ന ഈ തട്ടിപ്പ് നടത്തി കിട്ടുന്ന ഈ പണം തനിക്ക് വന്നു ചേരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് നേരിട്ട് തനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് മറ്റൊരാളുമായി കൂട്ടുകൂടി അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ പണം തട്ടിയെടുക്കുകയും ആ തട്ടിയെടുത്തതിന് ശേഷം ഈ പറഞ്ഞ വിക്ടിം, ഇപ്പോ ഇദ്ദേഹം കൊല ചെയ്തു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ സ്വത്തിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് നടത്തുമ്പോൾ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ക്രിമിനൽസിന്റെ പ്രത്യേകതയാണ്. അവരതിന് അവനൊരു മടിയും ഒന്നും ഉണ്ടായിരിക്കില്ല. ഒട്ടും ലാക്ക് ഓഫ് എംപതി, അത് ജനറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽസിന്റെ ഒരു പ്രത്യേക ലാക്ക് ഓഫ് എംപതി ഒട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെ ഒരു ഓർമ്മകളും ഉണ്ടായിരിക്കില്ല അവർക്ക്, ഒരു സങ്കടങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മളൊക്കെ സാധാരണക്കാർക്ക്, നമ്മളെ പോലുള്ള എന്താ പറയാ ഹൃദയമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം, ഓർമ്മകൾ, ഇതൊന്നും ഇവർക്ക് ഉണ്ടാകില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണോ അത് നേടിയെടുക്കുക, അതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ അവർക്ക് തടസ്സമല്ല. അപ്പൊ മുൻപ് പറഞ്ഞ സ്ത്രീകളുമായി കൂട്ടുകൂടി അവരുടെ വിശ്വാസ്യത ആർജിച്ചെടുത്ത് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ നിലനിൽക്കുകയും ഏതൊരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അവർ എതിര് നിൽക്കുന്നുവോ അപ്പോൾ അവരെ വകവരുത്തുകയും ചെയ്യുന്നതാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഒരു ക്രിമിനൽ പ്രൊഫൈലിംഗ് ഇദ്ദേഹത്തിന്റെ എടുത്തു നോക്കുമ്പോൾ, മോഡസ് ഓപ്പറാൻഡി എടുത്തു നോക്കുമ്പോൾ ഈ 3 കൊലപാതകങ്ങളിലും നമുക്ക് കാണാനാകുന്നത് ഒരേ തരത്തിലുള്ളതായിരിക്കും. പിന്നെ ഇതിൽ വേറൊരു വീഴ്ച വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോലീസ് എന്തുകൊണ്ട് മുൻപൊരു സ്ത്രീ മിസ്സായി പോയി, എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതൊക്കെ ലഭ്യമാകുന്നത്, എത്ര വർഷം കഴിഞ്ഞിട്ടാണ്, അതെവിടെയാണ് നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു വ്യക്തി മിസ്സാകുമ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ്, സ്ട്രാറ്റജി ഏത് രീതിയിലുള്ളതാണ്, പോലീസ് സയൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ഏതൊക്കെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് നമുക്ക് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം നടത്തി ഏതൊക്കെ സ്ട്രാറ്റജി പ്രയോഗിച്ചു, എവിടെയൊക്കെ അതൊക്കെ ഫെയിലിയർ ആയി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ ഒരു കൊലപാതകം നടന്നത്. അല്ല, രണ്ടുമല്ല, അല്ല അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കൊലപാതകവും ഉണ്ട്. ഐഷയുടേതും കൂടെ ചേർത്താൽ 3 കൊലപാതകങ്ങളായി. ഞാൻ ഒരു നിമിഷം ഞാൻ വരാൻ താങ്കളെ ജോർജ് ജോസഫ് സാർ, ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇപ്പോൾ ഡോക്ടർ സന്ദീപ് പറഞ്ഞതുപോലെ ഇത് ഒരേ പാറ്റേണിലാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ, അതായത് നല്ല സമ്പത്തുള്ള, സാമ്പത്തിക സ്ഥിതിയുള്ള, ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ വശീകരിച്ച് അവരുടെ പൈസ കൈവശപ്പെടുത്തിയ ശേഷം അവരെ കൊലപ്പെടുത്തുക, എന്നിട്ട് അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു എമ്പതിയും ഇല്ലാതെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ ആണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ എങ്കിൽ ഇത്ര വലിയ ഇടവേള എങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് പിന്നീട് വർഷങ്ങൾ എടുത്തിട്ടാണ് രണ്ടാമത്തെ കൊലപാതകം ആ പറഞ്ഞ സമയത്ത് കാണാതാകുന്നത് 2012 അതിനുശേഷം പിന്നെ കാണാതാകുന്ന ഒരു കേസ് വരുന്നത് 2024 ഡിസംബറിലാണ്, ജൈനമ്മയുടെ തിരോധാനം. അപ്പോൾ ഇങ്ങനെ ഇത്ര നീണ്ട ഇടവേള എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ 3 കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഈ 3 തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഇത്ര നീണ്ട ഇടവേള എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനിടയിൽ ഇയാളുടെ പ്രവർത്തനങ്ങൾ ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കും? ഏത് ഘട്ടത്തിലായിരിക്കും ഒപ്പം കൂട്ടി ഒരു സ്ത്രീയെ കൊലപ്പെടുത്താം എന്ന് ഇയാൾ തീരുമാനിക്കുന്നത്?
ഇല്ല, ഇത് ഡോക്ടർ ഷേർലി മാഡം പറഞ്ഞ പോലെ ഇതിനകത്ത് ഇയാൾക്ക് തന്നെ ഇത് വീട്ടിൽ നിന്ന് ഈ ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുപോയി അയാളുടെ കോമ്പൗണ്ടിൽ കൊണ്ട് കുഴിച്ചിടാനായിട്ട് കഴിയത്തില്ലായിരിക്കാം. അതുകൊണ്ട് അത് കഷ്ണം കഷ്ണമായിട്ടൊക്കെ ചിലപ്പം മുറിച്ചിട്ടും ഉണ്ടാകാം ഇയാൾ. കാരണം ഇയാൾക്ക് ഈ സ്വത്ത് അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ മെയിനായിട്ടുള്ള ഇയാളുടെ എയിം. കാരണം ആദ്യത്തെ ഒരു മർഡർ അവരുടെ സ്വത്ത് അടിച്ചു കയറ്റി അവരെ കൊല്ലേണ്ട ഒരു സാഹചര്യം. കാരണം എറണാകുളത്തെ ബിന്ദു പത്മനാഭന് എറണാകുളത്ത് വളരെയധികം സ്വത്തുക്കളുണ്ട്. അപ്പോൾ ആ സ്വത്തുക്കളൊക്കെ അതിൻ്റെ മുഴുവൻ ഇയാൾ വിപ്പിച്ച് അതിൻ്റെ പൈസ മുഴുവൻ അടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് അവർ മിസ്സിങ് ആയിട്ട് കേസും ബഹളവും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് കുറേ പൈസയൊക്കെ പോലീസിനും അവിടെയൊക്കെ കൊടുത്ത് അതങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും പാപ്പരാകുമ്പോൾ അടുത്ത് ചെയ്യും. കാരണം അയാളുടെ ബ്ലഡിൽ അതുകൊണ്ട്. ഇയാളിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്, ഇയാളെ ചെറുപ്പം പോലെ എത്ര എണ്ണം ചെയ്തത് നമുക്കറിയില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ കൺഫസ് ചെയ്യാൻ ഒരിക്കലും കൺഫസ് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴ് അയാളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് എടുത്ത് ചില മനുഷ്യ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ അത് ഏത് സ്റ്റേജിലാണ് എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. കാരണം അതിൻ്റെ ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ച് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആഡിപ്പോസിയർ സ്റ്റേജിനകത്തൊക്കെ കാണാം. കുഴകുഴാന്നൊക്കെ മണ്ണുമായിട്ട് ചേർന്ന് ആഡിപ്പോസിയർ സ്റ്റേജിലോട്ട് അങ്ങനെ അവിടെ ആ മണ്ണും ആ പ്രതലും എല്ലാം കൂടെ കാണാം. പിന്നെ കടാവറിൻ്റെ പൊസിഷൻ അത് നേരത്തെ മാഡം പറഞ്ഞ പോലെ ഈ പല ആൾക്കാരുടെ വെല്ലുകളാകാൻ കിട്ടിയിരിക്കുന്നത് അത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ആരൊക്കെയാണെന്ന്. വളരെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. ആൾ മനുഷ്യ ശരീരമാണോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു ന്യൂട്രോൺ ആക്ടിവേഷൻ തലമുടിയിൽ നിന്നൊക്കെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് അവർ പോലീസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ന്യൂട്രോൺ ആക്ടിവേഷൻ കൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ആണ്. അത് തന്നെയല്ല എല്ലിനകത്തുനിന്ന് തീർച്ചയായിട്ടും അത് മനുഷ്യ ശരീരമാണെന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി ശാസ്ത്രീയമായ അഡ്വാൻസ്ഡായ സ്റ്റേജിലാണ് പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഈ ഓട്ടോക്കാരനും മറ്റൊരു രണ്ടൊരു സൂയിസൈഡാണോ? അത് സൂയിസൈഡ് ആണെങ്കിൽ ചിലപ്പം ഇയാളെ സംബന്ധിച്ച് ഇയാളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം വരാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം ഇവർ ഒന്നിച്ച് സഞ്ചരിച്ച കാരണം ബിന്ദു പത്മനാഭനും മറ്റവരൊക്കെ ഈ ഓട്ടോയിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ടെന്നുള്ള എവിഡൻസ് കൊടുത്താൽ അത് ഇയാൾക്ക് ദൂഷ്യം വരും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴാണ് അടുത്ത മർഡറിലേക്ക്. അപ്പോൾ സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇയാൾ വിഷം കൊടുത്ത് കൊന്നതാണോ എന്ന് ഇനി നോക്കേണ്ടിയിരിക്കുന്നു. അതും ചിലപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരെ ഡെഡ് ബോഡി ദഹിപ്പിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. രണ്ടുപേരെയും അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇയാൾ അതിലപ്പുറം ചെയ്യും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ കൊല്ലുന്നതിലും ഈസി ആയിട്ട് അയാൾക്ക് സ്ത്രീകളെ കൊല്ലാം. കാരണം അവരുമായിട്ട് 50-52 വയസ്സുള്ള സ്ത്രീകളുമായിട്ട് അടുപ്പം കാണിച്ചിട്ട് അവരെ വശീകരിച്ച് ഇയാളുടെ അവിടെ കൊണ്ടുവരുമ്പോൾ വലിയ സെക്സൊക്കെ ചെയ്യും, പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവരുടെ സ്വത്ത് മാത്രം അടിച്ച് ചിലപ്പോൾ അവർ മഴങ്ങിയില്ലെന്ന് വരും. ഇയാൾ ഇതിനകത്ത് ഈ ഐഷയുടെ ഫോൺ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ വെച്ച് തന്നെ കൊന്നിരിക്കുന്നു. അതിനുശേഷം ഐഷയുടെ വീടിനടുത്തുള്ള റോസമ്മ എന്ന സ്ത്രീയുടെ അടുത്ത് ഇയാൾ പോയി മുട്ടി നോക്കി. അപ്പോൾ ഐഷയുടെ ഫോൺ ഉപയോഗിച്ചിട്ട് റോസമ്മയെ വിളിച്ചു. റോസമ്മ ഫോൺ എടുക്കുമ്പോൾ ഐഷയാണ് വിളിക്കുന്നത്, ശബ്ദിക്കുന്നില്ല. ഫീമെയിൽ വോയിസ് ഇല്ല, മെയിൽ വോയിസ് അല്ല ഇയാൾ. അപ്പം ഐഷ ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റോസമ്മയുടെ അടുത്ത് ഇയാൾ ഈ സൈസ് വേല കാണിച്ചു. അതോടൊപ്പം തന്നെ ഐഷയുടെ അടുപ്പമുള്ള ആളാണ്, കുഴപ്പമില്ല എന്നുള്ള ഈ റോസമ്മയെ വളയ്ക്കാനോട്ട് നോക്കിയിട്ടുണ്ട് ഇയാൾ. എത്ര പേരെ കൊന്നു നമുക്ക് പറയാനൊക്കില്ല. കാരണം ഇയാൾക്ക് ഒരു ഡെഡ് ബോഡി നശിപ്പിച്ചാൽ എവിഡൻസ് കോർപ്പസ് ഡിലിറ്റി ഇല്ലാതെ ഒരു കേസ് വിജയിക്കാൻ വലിയ പാടാണ്. അത് ഷേർലി മാഡത്തിന് അറിയാം. നമുക്ക് ഒരു ബോഡി വേണം, അല്ലെങ്കിൽ ബോഡിയുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും വേണം. അത് മനുഷ്യ ശരീരമാണെന്ന് വായിക്കണം. അത് ബിന്ദു പത്മനാഭൻ്റെ ബോഡിയുടെ ഭാഗമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു കൺവിഷനിലോട്ട് കൊണ്ടുവരാൻ ഒക്കുള്ളൂ. ഇയാൾക്ക് ഇപ്പം തന്നെ 68 വയസ്സായി കഴിഞ്ഞു. അത് തന്നെയല്ല ഇയാൾ കൺഫേസ് ചെയ്യുന്ന നേരത്തെ മറ്റേ സൈക്കോളജിസ്റ്റ് പറഞ്ഞ എമ്പതി ഇയാൾ ഒരിക്കലും കൺഫേസ് ചെയ്യത്തില്ല. ചിലപ്പം കേസിനെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയും. ഇയാൾ കുറ്റം ഏൽക്കില്ല, സംരക്ഷിച്ച് ഇയാൾ വേറെ വല്ലവരും പുറത്തോട്ട് ചാരും. ഇയാൾ ആ കോട്ടയത്തെ ജൈനമ്മയുടെ അവരെ കൊന്നപ്പം അവരുടെ കയ്യിലെ മൊബൈൽ ഇയാൾ കൊണ്ടുപോയിട്ട് അവരുടെ സ്വർണവും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പം പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഇയാളെ വീട് മുഴുവൻ ഈ ജൈനമ്മയാണെങ്കിലും ഐഷയാണെങ്കിലും അതല്ലെങ്കിൽ ബിന്ദു പത്മനാഭനാണെങ്കിലും ഇവരോടൊക്കെയായി സെബാസ്റ്റ്യനുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ പോലീസിന് തെളിയിക്കാൻ പറ്റും. കാരണം ആദ്യത്തെ കേസിൽ ഈ ബിന്ദുവിൻ്റെ കേസിൽ പണമിടപാട് അല്ലെങ്കിൽ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയതിന്. രണ്ടാമത് ജൈനമ്മയുടെ കേസിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരേ ടവർ ലൊക്കേഷനിൽ അവരുണ്ടായിട്ടുണ്ട്. ഒരേ
ഇവർ ഒരു പ്രാർത്ഥനാ യോഗത്തിന് ഒരുമിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഐഷയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഫോൺ കൈവശം ഉണ്ടായിരുന്നു എന്ന കാര്യം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവരൊക്കെ കൊല ചെയ്യപ്പെട്ടുവെന്നും ഈ കൊലപാതകം നടത്തിയത് സെബാസ്റ്റ്യൻ ആണെന്നും തെളിയിക്കാനാണല്ലോ പോലീസിന് പ്രയാസമുള്ളത്. അതിന് ഇനിയിപ്പോൾ പോലീസിന്റെ മുന്നിൽ തടസ്സങ്ങൾ ഒരുപാടില്ലേ? അതൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമല്ലോ. ഇയാൾ കോമ്പൗണ്ടിനകത്ത് ഈ 3 കഥാപാത്രങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം കിട്ടിയത് അത് അവരുടെ DNA വെച്ചിട്ട് അവരുടെ ബന്ധുക്കളെ ഇത് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് തീർന്നില്ലേ? അത് മതി. നമുക്ക് കോർപ്പസിലിറ്റി കംപ്ലീറ്റ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ ശരീരത്തിന്റെ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, അവിടെ ഞാൻ ചോദിക്കുന്നത് സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് മൃതശരീരങ്ങൾ കിട്ടി എന്നതുകൊണ്ട് കൊല ചെയ്തത് സെബാസ്റ്റ്യൻ ആണെന്ന് പോലീസിന് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമോ എന്നാണ്. പറ്റും നിയമപരമായിട്ട് തീർച്ചയായിട്ടും പറ്റും. കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോയി വീട്ടിനകത്ത് ചെന്ന ശേഷം ഞാൻ തന്നെ ഇറങ്ങിപ്പോയി കൂടെയുള്ള ആൾ ഇല്ലാതെ വന്നാൽ അതിന് ഉത്തരവാദിത്വം എനിക്കാണ്. എൻ്റെ കമ്പനിയിലാണ് ഇരുന്നത്, പിന്നെ ഞാൻ ആൻസർ ചെയ്തേ പറ്റുള്ളൂ. ലാസ്റ്റ് അത് എൻ്റെ കൂടെ അത് വളരെ ഈസിയാണ്. അത് നിയമപരമായി അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ആരുടെ കമ്പനിയിലാണ് ഇവർ ഒന്നിച്ചിരുന്നത്? കാരണം ജയനമ്മയുടെ കാര്യത്തിൽ ഇവർ രണ്ടും പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്നിച്ച് പോകുന്നു, ഒന്നിച്ച് ഇത് കാണുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ജയനമ്മയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം DNA അനുസരിച്ച് ഇയാളെ വീടിൻ്റെ കോമ്പൗണ്ടിൽ കിട്ടിയാൽ ഈ ആൻസറബിൾ മർഡറാണത്. അതിലോട്ട് വരും. അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ് അതിൻ്റെ അകത്ത്. പക്ഷേ മനുഷ്യ ശരീരമാണ്. അത് DNA എടുക്കുമ്പം അത് ജയനമ്മയുടെ വീട്ടുകാരുമായിട്ട് സാമ്യം വന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അവർ സമൂഹത്തിലില്ല. ശരി, ഞാൻ വരാം. രൂപേഷ്, ഇതിനകത്ത് ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനം നടന്ന് കുറെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ഈ കാണാതായി എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യുന്നതും പിന്നീട് സഹോദരൻ ഇതിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നതുമൊക്കെ. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നാട്ടുകാർക്ക് എന്തൊക്കെ അറിയാം, ആക്ഷൻ കൗൺസിലിന് എന്തൊക്കെ അറിയാം? ഈ കേസിലെ അന്വേഷണത്തിൽ പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നൊക്കെ നിങ്ങൾ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല ഇതൊരു കൊലപാതകമാണെങ്കിൽ ഇതിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, കൂട്ടാളികൾ ഉണ്ടാകും എന്ന് ഒരു വിലയിരുത്തലൊക്കെ ഇവിടെ ഉണ്ടായി. അങ്ങനെയൊക്കെ ആക്ഷൻ കൗൺസിലും സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിൽ ആദ്യം തന്നെ പറയട്ടെ, ഈ പരാതി വൈകാനുള്ള കാരണം ബിന്ദു ചെന്നൈയും ബാംഗ്ലൂരും ബേസ് ചെയ്ത് നിന്നൊരാളാണ്. ഇടക്കാലത്ത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഈ മനോജിൻ്റെ ഓട്ടോയിൽ സെബാസ്റ്റ്യനും മനോജും ബിന്ദുവും കൂടി സഞ്ചരിക്കുന്നു. അങ്ങനെയാണ്. ഇതിനിടക്ക് വേറെയും ഭൂമി ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കണ്ണായ സ്ഥലങ്ങളിലൊക്കെ ഈ സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ, ഇവർക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ്റെ ആ രീതിയിലേക്ക് പിന്നീട് മാറുകയായിരുന്നു. പിന്നെ സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല, സെബാസ്റ്റ്യൻ എപ്പോഴും ആളുകളുണ്ട്, കൂട്ടാളികളുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത മനോജാണെങ്കിലും ദാസനാണെങ്കിലും ഒക്കെ ഇതിൻ്റെ അകത്ത് കണ്ണികളാണ്. ഈ മനോജിനെ സംബന്ധിച്ച് ഇതിൻ്റെ 100% കാര്യങ്ങളും അറിയാവുന്ന ആളായിരുന്നു മനോജിനെ കൃത്യമായ രീതിയിൽ അന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് തന്നെ സെബാസ്റ്റ്യൻ പിടിക്കപ്പെട്ടേനെ. പക്ഷെ അത് അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ച തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും സെബാസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ജോർജ് സാറും ഷേർലി മാമും സന്ദീപ് സാറും ഒക്കെ പറഞ്ഞതുകൂട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം തന്നെ ഈ സെബാസ്റ്റ്യൻ്റെ പുരയിടത്തിലെത്തിയപ്പോഴത്തേക്ക് അവിടെ കക്കൂസ് മാലിന്യം വിതറിയ നിലയിലായിരുന്നു അവിടെ ആകെ. അതുകൊണ്ട് തന്നെ അവിടെ അന്ന് അവർക്ക് കുഴിക്കാൻ പറ്റാതെ അവർ തിരിച്ചുപോയി. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മുറി, അവിടെ ഈ അന്വേഷണ ഘട്ടത്തിൽ തന്നെയാണ് ഒരു ഗ്രാനൈറ്റ് ഒരു മുറിയിൽ മാത്രം മാറിയിരിക്കുന്നു. അത് പുതിയ ഗ്രാനൈറ്റ് അല്ല, അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവസാനം ഈ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് വിട്ട് അയച്ചിട്ടുള്ള ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ നിന്ന് പൊളിച്ച ഗ്രാനൈറ്റാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മൾ അന്വേഷണ സംഘമായിട്ട് അന്ന് ഇപ്പോഴത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ബിന്ദുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ച് സംഘം അവിടെ വരുമ്പോഴൊക്കെ നമുക്കറിയാം അവർക്ക് അന്നേ സംശയമുണ്ട്. പക്ഷേ ഈ ഗ്രാനൈറ്റ് മാറ്റി പരിശോധിക്കണമെന്നും അന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊന്നും മുന്നോട്ട് അവർ പോയില്ല എന്നുള്ളതാണ്. അതിലൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ട്. ഇതിൽ സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല, ഇതിൽ ബാഹ്യ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇതിൽ പോലീസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാഫിയ സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് സെബാസ്റ്റ്യൻ. അതിൻ്റേതായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
ഇപ്പോൾ തന്നെ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിലോ ഇനിയും ഇത്തരത്തിലുള്ള ശരീര അവശിഷ്ടങ്ങൾ കാണും. അത് ശാസ്ത്രീയമായി മുൻപ് ജോർജ് സാറൊക്കെ പറഞ്ഞതുകൂട്ട് ശാസ്ത്രീയമായ രീതിയിൽ പരിശോധനകൾ നടത്തി നിയമത്തിൻ്റെ മുമ്പിൽ സെബാസ്റ്റ്യനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിന്ദുവിൽ തീരുന്നില്ലല്ലോ. ബിന്ദു, ജൈനമ്മ, ഐഷ, ഇന്നിപ്പോൾ പുതിയൊരു വിവരം വന്നിരിക്കുന്നു, ചേർത്തല തിരുവിഴ സ്വദേശിയായ വേറൊരു ബിന്ദു. ആ ബിന്ദുവിൻ്റെ ഫയലും ഇന്ന് ക്രൈംബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു. അത് ചേർത്തല അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലാണ്. 2022 മിസ്സായ ഒരു സ്ത്രീ, അതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് അറിയാത്തതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഒട്ടനവധി സ്ത്രീകൾ നമുക്ക് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് മിസ്സിംഗ് ആയിട്ടുള്ളവരുടെയൊക്കെ ലിസ്റ്റ് എടുത്താൽ ചിലപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കൊണ്ടുവന്നാൽ സെബാസ്റ്റ്യന് അതിൽ ബന്ധമുണ്ടാവും. കാര്യം ഇപ്പോൾ റോസമ്മ എന്ന സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലുകൾ നടത്തി. അന്വേഷണ സംഘം റോസമ്മയിൽ നിന്ന് മൊഴിയെടുക്കണം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റോസമ്മ പറഞ്ഞത്. റോസമ്മയുടെ വീട്ടിൽ ഈ സെബാസ്റ്റ്യൻ വരുമായിരുന്നു, അവിടെ താമസിക്കുമായിരുന്നു, അവിടെ വെച്ചാണ് ഐഷയുമായി ബന്ധപ്പെടുന്നത്. ഇതിനടുത്തുള്ള മറ്റൊരു സ്ത്രീയുടെ ഒരു വെളിപ്പെടുത്തൽ ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഭൂമി വിൽപ്പനക്ക് സഹായിക്കാമെന്ന രീതിയിൽ അവരെ ബന്ധപ്പെട്ടു. ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഇത്തരത്തിൽ അവരുടെ സ്വത്തുവകൾ കൈക്കലാക്കി ആവശ്യം കഴിയുമ്പോൾ അവരെ വകവരുത്തുന്നു. അതുകൂട്ട് തന്നെ പറയാനുള്ളത്, കൃത്യമായ ഇടവേള എടുത്താണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്കറിയാം 2002 മുതൽ ബിന്ദുവിൻ്റെ മിസ്സിംഗ് ആണ്. എന്നാൽ 2017 പരാതി വരുന്നത്. അപ്പോൾ ബിന്ദു വന്നു പോകുന്നത് കൊണ്ടാണ്. അതിനിടയിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സെബാസ്റ്റ്യൻ്റെ മൊഴികൾ അങ്ങനെയാണ്. ബിന്ദു വന്നിരുന്നു, ഇന്ന സ്ഥലത്ത് വന്നിരുന്നു, ബിന്ദുവിൻ്റെ വീട്ടിൽ വന്നിരുന്നു, അങ്ങനെ അന്വേഷണം എങ്ങും എത്താത്ത രീതിയിലേക്ക് കൊണ്ടുവന്ന സ്വഭാവക്കാരനാണ് സെബാസ്റ്റ്യൻ. ഇതിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ജൈനമ്മയുടെ കേസിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഈ ജൈനമ്മയുടെ കേസ് വന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇതൊന്നും പുറത്തു വരത്തില്ല. നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച പോലും വരേണ്ട അവസ്ഥ വന്നില്ലായിരുന്നു. കാര്യം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഒരു 8 മാസം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതികൾ നൽകിയിരുന്നു. ഈ കഴിഞ്ഞിടക്ക് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്സ് ഉണ്ടായത് 4 മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് നുണപരിശോധനക്ക് സെബാസ്റ്റ്യനെ വിധേയനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകി. പക്ഷേ സെബാസ്റ്റ്യൻ അതിന് തയ്യാറായില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം സെബാസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് 100% പങ്കുണ്ട്. ഇതിൻ്റെ അകത്ത് സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല, ഇതിന് കൂട്ടാളികളുണ്ട്. ഇപ്പോൾ പുതിയൊരു ഓട്ടോ ഡ്രൈവർ മനോജും ഉണ്ട് ഇതിൻ്റെ അകത്ത്. സെബാസ്റ്റ്യനെ വേറൊരു രീതി, സാധാരണക്കാരായ ആളുകളെ ഇങ്ങനെ നമ്മൾ കൂട്ടത്തിൽ നിർത്തുന്നു, അവരെ ഈ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടി നിർത്തുന്നു, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പാരിതോഷികങ്ങൾ നൽകുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് മാറി നിൽക്കുന്ന ആളുകളും ഉണ്ടാകാം. അദൃശ്യമായ ഒരു ശക്തികളും ഇതിൻ്റെ അകത്തുണ്ടാവും. അതിൽ രാഷ്ട്രീയ സ്വാധീനവും ഈ പോലീസ് ഉന്നതങ്ങളിൽ ബന്ധങ്ങളുമുള്ള ആളുകളുണ്ടാവും. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരണം. ഇപ്പം ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഇതിൽ നിയോഗിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ശരി. കാര്യം ബിന്ദുവും ജൈനമ്മയും ഐഷയും ഇപ്പം ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വേറൊരു ബിന്ദു, തിരുവഴ സ്വദേശിയായ ബിന്ദുവിൻ്റെ തിരോധാനവും അതൊക്കെ ചേർത്ത് വെച്ച് ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് നടത്തണം. എങ്കിൽ മാത്രമേ ഈ ദുരൂഹതകളൊക്കെ മാറി. ഏതായാലും ചേർത്തലയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടക്കുന്നതാണ്. ഈ 3 തിരോധാന കേസുകളും കൊലപാതകങ്ങളായിരുന്നു. അതിന് പിന്നിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 68-കാരൻ ക്രിമിനലാണോ പ്രവർത്തിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ 3 കൊലപാതകം മാത്രമാണോ സെബാസ്റ്റ്യൻ നടത്തിയിട്ടുണ്ടാവുക? കൂടുതൽ തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടോ? സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഇതൊരു കൊലപാതക പരമ്പരയുടെ നടുക്കുന്ന ചിത്രമായി നമ്മുടെ മുന്നിൽ വന്നു തീരുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്. ഏതായാലും ഇതിന് മുന്നിൽ നിൽക്കുന്ന തെളിവുകൾ, ഈ അന്വേഷണ വഴിയിലെ പ്രതിബന്ധങ്ങൾ, അതിനെ എങ്ങനെ അതിജീവിക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ധർമ്മസ്ഥല മോഡൽ കൂട്ടക്കൊലപാതകങ്ങളുടെ വിവരമാണോ ചേർത്തലയിൽ നിന്നും വരുന്നത്? നമുക്ക് പരിശോധിക്കാം. ഷെർലി മാം, ഈ പൊതുവിൽ പോലീസുകാർ പറയാറുള്ള ഒരു സിദ്ധാന്തമുണ്ട്. അതായത് ഒരു തിരോധാന കേസ് വരുമ്പോൾ ഒരാൾ മാറി നിൽക്കാൻ തീരുമാനിച്ച അയാളെ കണ്ടെത്താൻ 2 മാർഗങ്ങളാണ് പോലീസ് പറയുന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ അയാൾ ഇരയാക്കപ്പെടണം, അല്ലെങ്കിൽ അയാൾ ഒരു കുറ്റകൃത്യം നടത്തണം. അതല്ലെങ്കിൽ ഒരാൾക്ക് സമൂഹത്തിൽ മാറി നിൽക്കാനും മറഞ്ഞു നിൽക്കാനും ഒക്കെ കഴിയുമെന്നാണ്. ഇവിടെ ഇപ്പോൾ 3 തിരോധാന കേസുകൾ നമ്മുടെ മുന്നിൽ. ഈ ആകെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ പ്രദേശത്ത് നിന്നും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഇനി ഇതെല്ലാം ഈ കാണാതായ സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടതാണെന്നും ആ കൊലയാളി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനാണ് എന്നൊക്കെ തെളിയേണ്ടിയിരിക്കുന്നു.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ധർമ്മസ്ഥലത്തൊക്കെ കണ്ടതുപോലെ അവിടെ നിന്നൊക്കെ വരുന്ന വിവരങ്ങൾ പോലെ ഇതൊരു ഒരു സൈക്ലിക് മർഡർ, അതല്ലെങ്കിൽ ഒരു കൊലപാതക പരമ്പര ഇതിന് പിന്നിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം 3 സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവരൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്നവരാണ്. അങ്ങനെ ഒരു പാറ്റേൺ ഈ കൊലപാതകത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ സംഭവങ്ങളെ താങ്കൾ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ കൊല നടന്നിട്ടുണ്ടാവുക? ഏത് സ്വഭാവത്തിലായിരിക്കും അത്? ഹിസ്റ്ററിക്കലി ഇത്തരം കൊലയാളികൾക്ക് ഒരു 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 പ്രത്യേക മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ ലസ്റ്റ് മർഡർ എന്ന് പറയുന്ന സെക്ഷൽ കണക്ഷൻസോട് കൂടി മർഡർ നടത്തുന്നവരുണ്ട്. ഇത് ഫിനാൻഷ്യൽ ഗെയിനിന് മാത്രം നടത്തുന്നവരുണ്ടാവാം. ഐ തിങ്ക് വിഷനറി അല്ലെങ്കിൽ ഡെലൂഷൻ, ഇത് മോശപ്പെട്ട സ്ത്രീയാണ്, അവരെ ഇല്ലാതാക്കുക നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ കരുതുന്ന ഐ തിങ്ക് സൈക്കോളജിസ്റ്റുകൾക്ക് അത് കൂടുതൽ അറിയാം. ഇങ്ങനെ പലതരത്തിലുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ പറ്റിയിട്ട് ശരിയായ സൈക്കോളജിക്കൽ സ്റ്റഡി ഇല്ലാതെ ഈ കേസ് അന്വേഷണം പരാജയത്തിലേക്ക് പോവുക ചെയ്യാം. നമുക്ക് അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെങ്കിൽ ഈ വ്യക്തിയുടെ പ്രൊഫൈൽ നല്ലോണം പഠിച്ചതിന് ശേഷം അത് മുന്നോട്ട് പോകുന്നതായിരിക്കും ശരി. കാരണം നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്നത് വളരെ യങ് കിഡ്സ് അതിൽ പെട്ടിട്ടില്ല, ചെറിയ കുട്ടികൾ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തീരെ സ്കൂൾ കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും പെട്ടിട്ടില്ല. വളരെ മെച്യൂറായിട്ടുള്ള സ്ത്രീകളാണ്. എന്ത് കാരണത്താലാണ് ഇവരെ ഇയാൾ വിശ്വാസത്തിലെടുക്കുന്നതും കൂടെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ അടുത്തുനിന്ന് തന്നെ അത്തരം വിവരങ്ങൾ കിട്ടുള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല. അയാൾ എത്ര വർഷം എടുത്തിട്ടുണ്ടോ അതേപോലെ ഒരു ദീർഘകാലവും, പിന്നെ നമ്മുടെ രൂപേഷ് പറഞ്ഞതുപോലെ അതിനായിട്ട് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ഒരു ടീം, അവരുടെ അസിസ്റ്റൻസോട് കൂടെ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഇൻ്ററോഗേഷൻ നടക്കുകയുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് കൺഫെഷൻ പോലെ ആ ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. കുറച്ച് ബോൺസ് കിട്ടുന്നുണ്ട്. ബോൺസ് അതിൽ നിന്ന് ഒരു അനുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണെന്ന് ജോർജ് സാർ പറയണ കേട്ടു. പക്ഷെ അത് വളരെ പ്രയാസമാണ്. ബോൺസ് എന്ന് നമുക്ക് ഒരു മർഡർ കണ്ടെത്താൻ ചില കേസിൽ നമുക്കൊരു ചാൻസ് ഫൈൻഡിങ്, ഒരു ഭാഗ്യം പോലെ വെട്ടുപാടുകൾ, കത്തി കൊണ്ടുള്ള വെട്ടുപാടുകൾ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് മാർക്കുകൾ കിട്ടുന്ന കേസുകളിൽ സാമാന്യേന അത് എളുപ്പം എന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂവിലുള്ള വ്യത്യാസങ്ങളൊന്നും ബോണിൽ നമുക്കില്ല എന്ന് തന്നെ പറയാം. ഇതൊരാളുടെ ബോണാണെന്ന് അറിയണമെങ്കിൽ സ്കൽ അധികം ഡിസ്റ്റർബ്ഡ് അല്ലാതെ തലയോട് അത് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തി എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ പരിക്കുകളെന്ന് പറഞ്ഞാൽ കഴുത്തിൽ എല്ലുകൾ അല്ലെങ്കിൽ നെഞ്ചിൻ കൂടിൽ ഒരു കത്തി ഇറങ്ങിയ ഈ പാട് എല്ലുകളിൽ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള അപൂർവ കേസുകളിൽ മാത്രമേ നമുക്കൊരു മരണകാരണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ഇത്തരം കേസുകളിൽ മരണകാരണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് പതിവ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ നമ്പർ കൂടുതൽ കിട്ടണം. എത്ര കേസുകൾ ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായി, അത് കോടതിയിൽ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം പഴയ കാലത്ത് ഈ മിസ്സിങ് ഒരാൾ അയാളുടെ പ്രെമിസസിൽ നിന്ന് മിസ്സായി അയാളുടെ കമ്പനിയിലിരുന്ന ഒരാൾക്ക് അയാൾ അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ഒരു തരത്തിൽ കോടതികൾ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി കൂടുതൽ എവിഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രിസിഷൻ ഉള്ള എവിഡൻസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ജയിൽ ചാടിയ ക്രിമിനലിൻ്റെ കേസിൽ തന്നെ വളരെ ചെറിയ ഒരു പോയിന്റിലാണ് ഒരു റസ് ജസ്റ്റ എന്നൊരു എലമെൻറ്റ്, ആ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു പോയി എന്നുള്ള ഒരു ശബ്ദം, ആ മനുഷ്യൻ ആരാണെന്ന് ആർക്കും അറിയില്ല, ആ മനുഷ്യനാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ വന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ശബ്ദത്തിൻ്റെ പേരിലൊക്കെ തന്നെ ആ കേസിന് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് എല്ലുകളിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ എല്ലുകൾ സാമാന്യം സക്സസ്ഫുള്ളായിട്ട് കേസുകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഐ ഡു നോട്ട് ഫൈൻഡ് ദറ്റ് ഇത് ബേൺസ് ആയിപ്പോയി. ഒരു കിട്ടിയത് കത്തിയതാണ്. ഒരു ഇൻടാക്ട് സ്കെലിട്ടൺ കിട്ടണം, അതിൽ പരുക്കോ അല്ലെങ്കിൽ ഒരു വിഷമോ കിട്ടണം. എല്ലിലിരിക്കുന്ന വിഷം അങ്ങനെ കോമൺ വിഷങ്ങളല്ല. അതായത് ലെഡ്
അങ്ങനെയൊക്കെ പറയുന്ന മെർക്കുറി എന്നൊക്കെ പറയുന്ന രാസങ്ങളുണ്ടല്ലോ, ഹെവി മെറ്റൽ, അതൊക്കെയാണ് ബോണിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് കിട്ടുക. അല്ലാതെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിഷം എല്ലിൽ നിന്ന് കിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഷെർലി മാം, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൊലയൊക്കെ നടത്തുന്ന സമയത്ത് ഇതിലെ തെളിവുകളെ നശിപ്പിക്കാനുള്ള അറിവ് നേടിയിട്ടുള്ള ആളാണ് ഈ കൊലപാതകിയെങ്കിൽ, ആ തരത്തിലുള്ളൊരു ലേണിംഗ് അയാൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ കാര്യങ്ങളിലൊക്കെ ഒരു പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ സെബാസ്റ്റ്യനെ പോലെ ഒരാൾ ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു അനുമാനമാണ് നമുക്കുള്ളതെങ്കിൽ സെബാസ്റ്റ്യൻ കൺഫസ് ചെയ്യാതിരിക്കുകയും അയാൾ ഒന്നും തുറന്നു പറയാതിരിക്കുകയും അയാൾ മൗനത്തിലേക്ക് പോവുകയും നുണപരിശോധനയ്ക്ക് തയ്യാറാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കേസുകൾ തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ജോർജ് ജോസഫ് സാർ, എന്തായിരിക്കും ഈ കേസ് അന്വേഷണം തെളിയുന്നതിന് നിർണായകമാവുക? ഇതെന്തായാലും ഇതിനകത്ത് പോലീസിന് നേരത്തെ മാഡം പറഞ്ഞ പോലെ അതുപോലെ ചില പ്രശ്നത്തിൽ, കാരണം ഈ സ്ത്രീകൾ ഇയാളുടെ വീട്ടിൽ വന്നെന്ന് ഇയാളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് ഇവർ ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യം പറയാനുള്ള 2 പേര് ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ആ എവിഡൻസ് ഒക്കെ പോയിരിക്കുന്നു. കൂട്ടുപ്രതികൾ ഇയാൾ തന്നെയായിരിക്കാനും സാധ്യത എനിക്ക് തോന്നുന്നു. കൂട്ടുപ്രതികൾ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കാരണം ഇയാൾ സ്വന്തമായിട്ട് ഈ പണം അടിച്ചെടുക്കുക എന്നുള്ളതാണ്. പണം അടിച്ചെടുക്കാൻ സ്ത്രീകളെ കണ്ടെത്തും. അത് തന്നെ ഇതിനകത്ത് പറയില്ല, അവരുമായിട്ട് 50-52 വയസ്സുള്ളപ്പം മുതൽ അയാൾ അവരുമായിട്ട് ഈ റോസമ്മയുടെ അവിടെ കല്യാണം ആലോചിച്ച് ഇയാൾ ചെന്നിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ 10-40-50 വയസ്സുള്ളവരെ വളയ്ക്കുന്നത് അങ്ങനെയാണ്. അയാൾ ആ രീതിയിലോട്ട് കൊണ്ടുപോയി അവരുടെ കോൺഫിഡൻസ് എടുക്കും. പിന്നെ ഇവരുമായിട്ട് വളരെ നല്ല ഒരു ഐക്യം ഉണ്ടാവും. ആ സമയത്താണ് ഇവർ പണക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുമായിട്ട് അടുക്കുന്നതും കല്യാണം ആലോചിക്കുന്നതൊക്കെ. പിന്നെ അവരെ കൊന്നുകളയുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു വിദഗ്ധ അന്വേഷണ ടീം തന്നെ വേണ്ടി വരും. അല്ലാതെ ഒരു വെറ്ററന്മാർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എവിഡൻസിനെ ഇയാളെ ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇയാൾ എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതുപോലെ ഒരു കേസ് എനിക്ക് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞു, കാരണം ഭാര്യയെ കൊന്നിട്ട് എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് അയാൾ പറയത്തില്ല. വളരെ ഏജ്ഡാണ്. തിരുവനന്തപുരം സിറ്റിയിലൊരു കേസുണ്ടായിരുന്നതാണ്. കാരണം അവരുടെ മക്കളും ഒക്കെ ഇന്നുകൊണ്ട് എനിക്കറിയാം. വളരെ പ്രായമുള്ള ആളാണ്. വൈഫുമായിട്ട് 10-20 വർഷമായിട്ട് ഒരേ വീട്ടിൽ സംസാരിച്ചിട്ടില്ല. അവസാനം അമ്മ മിസ്സായി. പക്ഷേ ഇയാൾ വളരെ ടഫ് കൈയായിരുന്നു. അള്ളേ 80-75 വയസ്സുണ്ടായിരുന്നു. പറയില്ല. അന്ന് ഞാൻ ക്രൈംബ്രാഞ്ച് അപ്പോൾ അവർ സാറൊന്ന് വന്ന് ഇൻട്രോഗേറ്റ് ചെയ്യുന്നത്. ഞാനൊന്ന് ഇൻട്രോഗേറ്റ് കഴിഞ്ഞപ്പം ഇയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഈ പ്രായമുള്ള ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ്. പോലീസിനെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇയാൾ എവിടെയാണ് കുഴിച്ചിട്ടതെന്നുള്ള കാര്യം ഇതുവരെ, ട്രിവാൻഡ്രം റൂറലാണ്, ഇതുവരെ അറിഞ്ഞിട്ടുകൂടാ. അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കാരണം അയാളിലേക്ക് അന്വേഷണം, അയാൾ ചെയ്ത പ്രവൃത്തികൾ അതിനകത്ത് ഒരു സ്വല്പം പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായെന്ന് തോന്നിയാൽ ഇയാൾ പിടിക്കപ്പെടുമെന്നറിയാൻ അയാൾ സൂയിസൈഡ് ചെയ്യും. ഇപ്പോഴൊക്കെ അയാൾ നല്ല കോൺഫിഡൻസ് നിൽക്കുകയാണ് ഇയാൾ. കാരണം അയാളിലോട്ട് വരാനുള്ള എവിഡൻസൊക്കെ ആ ഡെഡ് ബോഡി മുഴുവൻ ഇയാൾ കത്തിച്ചും കീറിയും വലിച്ചും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞെന്നൊരു കോൺഫിഡൻസ് ഇയാൾക്കുണ്ട്. പക്ഷേ ആ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമെങ്കിൽ ഇയാൾ ഡൗൺ ആവുള്ളൂ. അന്നേരം ഇയാൾ അത് കൺഫസ് ചെയ്യുള്ളൂ. കൺഫസ് ചെയ്യാനും പിന്നെ സർവേ ചെയ്യാനായിട്ട് സാധ്യത. കാരണം ഇയാൾ ഇത്രയും നാൾ ഇയാളുടെ ബുദ്ധിപരമായ ആ ഡിഫൻസ് കൊണ്ട് ഹൈക്കോടതിയിൽ മറ്റേ നുണപരിശോധനയൊക്കെ ചാടി മറിഞ്ഞ് പോലീസിന് അങ്ങോട്ട് അടുക്കാൻ മേലാതിരിക്കുന്ന രീതിയിൽ ഇയാൾ പൈസ കൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കും. വീടിനകത്ത് ഇയാൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു. കാരണം അവിടെ ഇപ്പോൾ രൂപേഷ് പറഞ്ഞ പോലെ അവിടെ വേറെ എവിടുന്നോ പൊളിച്ച മാർബിൾ കൊണ്ട് ഇയാളുടെ ബെഡ്റൂമിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതിന് അടി പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളവർ. അത് ഇനിയും പരിശോധിക്കണം. കാരണം ചിലപ്പം ഏതെങ്കിലും ബോഡി അതേപടി ചിലപ്പം കിട്ടിയെന്ന് വരും. അയാളുടെ വീടിനകത്ത് മാർബിൾ ഇട്ടിരിക്കുന്ന, തറയോട് ഇട്ടിരിക്കുന്ന കംപ്ലീറ്റ് മാറ്റി പരിശോധിക്കേ പറ്റുള്ളൂ. ഏതായാലും ജോർജ് ജോസഫ് സാർ, എനിക്ക് തോന്നുന്നു ശാസ്ത്രീയ പരിശോധനകൾ, അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് പരിശോധന, പിന്നെ ഈ പ്രതി കുറ്റസമ്മതം നടത്തുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുകയോ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ കേസിനൊക്കെ തുമ്പുണ്ടാവുകയുള്ളൂ. ഏതായാലും ചേർത്തലയിലെ 3 തിരോധാന കേസുകൾ, മധ്യവയസ്സായ സ്ത്രീകൾ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ സെബാസ്റ്റ്യൻ നാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അയാളുടെ വീട്ടുപറമ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നടത്തുന്ന പരിശോധനകളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ കേരളം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു നടുക്കുന്ന കൊലപാതക പരമ്പരയുടെ വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നത്. ഏതായാലും അന്വേഷണ സംഘം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്ന് ചിത്രം വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ
ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.